തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ അടക്കം ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് വിന്യസിച്ച സർക്കാർ. അങ്കിത് അശോകിനെ പമ്പയിൽ ചുമതല നൽകി. ആദ്യഘട്ടത്തിൽ സന്നിധാനത്തെ ചുമതല അരുൾ ബി കൃഷ്ണയ്ക്കാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതായത് വലിയ വിവാദമുണ്ടാക്കിയ പൂരം അലങ്കോലപ്പെടുത്തലിന് ആരാണോ നേതൃത്വം കൊടുത്തത് അതേ ആളിനെ പമ്പയിൽ ചുമതലയേൽപ്പിക്കുന്നു. അതായത് സന്നിധാനത്തേക്കുള്ള യാത്ര, തീർത്ഥാടന യാത്ര കാൽനടയായി എവിടുന്ന് തുടങ്ങുന്നുവോ അവിടുത്തെ ചുമതല. നമ്മളിപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പ്രജിത്ത് അല്പം മുമ്പ് തത്സമയം ഗോകുൽ രമേശും ക്യാമറമാനും കാണിച്ചതാണ്. ആ പടവുകളൊന്നും നന്നാക്കിയിട്ടില്ല, കാട് പിടിച്ചു കിടക്കുന്ന ഒന്നും മാറ്റിയിട്ടില്ല, ആ പമ്പയിൽ മാലിന്യം ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്നു, എല്ലാ ദൃശ്യങ്ങളും കാണിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ഒരു അവഗണനയുണ്ട്. രണ്ടാമതൊരു അലങ്കോലപ്പെടുത്തൽ, ഗൂഢമായ തീരുമാനമോ ഇതിന് പിന്നിൽ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥൻ ആരാണ് എന്നുള്ളതെല്ലാം കേരളം മുഴുവൻ കണ്ടതാണ്. കാരണം തൃശൂർ പൂരത്തിന് കോതണ്ടവേണ്ടിയ ശ്രീരാമന്റെ രൂപം കാണുമ്പോൾ കലികളകിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു. അന്ന് പൂരം അലങ്കോലപ്പെടുന്നതിൽ അങ്കിത് അശോകന്റെ പങ്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അങ്കിത് അശോകനെ സ്ഥാനമാറ്റമൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അയാളെ സംരക്ഷിക്കുന്ന സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രീരാമന്റെ രൂപം കണ്ടാൽ കലിയിളകുന്ന ഭക്തരോട് കയർക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണോ, ശബരിമലയിൽ തീർത്ഥാടനം കണ്ടാൽ കലിയിളകുന്ന ഭക്തരോട് കയർക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണോ ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് പമ്പ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിൽ സുരക്ഷാ ചുമതലയ്ക്ക് നിർണയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്കിത് അശോകന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു പാസ്റ്റ് ഉള്ളതിനാൽ സ്വാഭാവികമായും ആ ഉദ്യോഗസ്ഥനെ അത്തരം ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് എന്നുള്ളതാണ് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പൊതുബോധ്യം എന്നുള്ളത്. പക്ഷേ പിണറായി സർക്കാരിന് ആ ഉദ്യോഗസ്ഥനെ വീണ്ടും പമ്പ പോലെ ഒരു ശബരിമല തീർത്ഥാടന കാലത്തും അവിടെ ഉത്തരവാദിത്തം നൽകി, അവിടെ ചുമതല നൽകി നിയമിക്കുന്നത് ആസൂത്രിതമാണോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ശബരിമല തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർവീഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ പരിശീലനം നൽകിയിട്ടുള്ള ആളുകളെയല്ല ശബരിമലയിൽ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ശബരിമലയിൽ സർക്കാർ നിയോഗിക്കുന്നത്. അവിടെ ഈ MSP പോലുള്ള ക്യാമ്പുകളിൽ നിന്ന്, SAP പോലുള്ള ക്യാമ്പുകളിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കുകയാണ് പതിവ്. അതിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പോലും അങ്ങോട്ടേക്ക് അയക്കുന്നു, അവിടെ സുരക്ഷാ ചുമതലയ്ക്കും അവിടെ തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അവരുടെ പലരുടെയും പരിശീലന കേന്ദ്രമായി പോലും ശബരിമല മാറുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം, തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ പേരിൽ ഭക്തരെ കായികമായി കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം പോലും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്തരുടെ പുറത്തടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭക്തരെ പിടിച്ച് തെള്ളുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, ഭക്തരോട് വലിയ രീതിയിൽ കയർക്കുന്നതും ആക്രോശിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കോതണ്ടവേന്തിയ ശ്രീരാമൻ്റെ രൂപം കൊണ്ടുവരുന്നത് കണ്ട് അതിനെതിരെ ആക്രോശിച്ച ഉദ്യോഗസ്ഥൻ, അവിടെ ഭക്തരെ ഭീഷണിപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ, അയാളെ എന്തിന് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും നിർണായകമായ 2 സ്പോട്ടുകളിൽ ഒന്നിൻ്റെ ചുമതല നൽകുന്നു എന്നുള്ളത് സംശയകരമായൊരു നടപടിയല്ലാതെ മറ്റൊന്നുമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്കിത് അശോകനെയാണ് ഇപ്പോൾ പമ്പയുടെ ഉത്തരവാദിത്തം സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. പ്രജിത്ത്, ഈ സന്നിധാനത്തേക്ക് ഭക്തർ നിരവധി എത്തുന്ന സമയത്ത് പോലീസ് പലപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും പ്രജിത്തും ഒരേ സമയം സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്താണ്, ഓർമ്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരേ ദിവസം ഭക്തർ ക്രമാതീതമായി സന്നിധാനത്തേക്ക് എത്തുന്നു, അതേ ദിവസം പോലീസിൻ്റെ ടീം മാറുന്നു. അതായത് ഒരു പോലീസ് സംഘം അതുവരെ സേവനമനുഷ്ഠിച്ചവർ മലയിറങ്ങുന്നു, പുതിയ ടീം അവിടെ എത്തുന്നു. ആ ദിവസമായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത്, ഓർമ്മ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കാരണം അന്ന് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഭക്തർ അന്ന് ഒരു അവധി ദിവസമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. ശരിയാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. അന്ന് ഈ പറയുന്ന രീതിയിൽ ഭക്തർ കൂടുതലായി ശബരിമലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്നോടത് ആദ്യമായി പറഞ്ഞതും കൃഷ്ണരാജ് തന്നെയാണ്. അന്ന് ശബരിമലയിലെ മെസ്സിൽ വെച്ചതാണ് കൃഷ്ണരാജ് ഞാനിന്നത് സംസാരിക്കുന്നത്. അന്നത് സംസാരിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടായ പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ്. അന്നേരം വരെ ചുമതലയുണ്ടായിരുന്ന പോലീസ് സംഘത്തെ മാറ്റി പുതിയ സംഘത്തെ നിയോഗിക്കുന്നു. അതുവരെ ശബരിമലയിൽ ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ലാത്ത
കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ശബരിമലയിൽ ഒരു തവണ പോലും വന്നിട്ടില്ലാത്ത ഒരുപാട് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ അവരെ നിയോഗിക്കപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി നിൽക്കുന്ന കാഴ്ച, ഭക്തരെ തടഞ്ഞിടുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. എങ്ങനെ 18-ാം പടിയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടണം, അവർക്ക് ഒരു തടസ്സമുണ്ടാകാതെ, അതായത് ദർശനത്തിന് എത്തിയവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരെ പടി കയറ്റിവിടണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ അറിയാത്ത വളരെ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പല ഹൈന്ദവ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമലയിൽ പരിശീലനം ലഭിച്ച, ക്രൗഡ് കൺട്രോളിന് പരിശീലനം ലഭിച്ച സൈന്യം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഹൈന്ദവ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അന്ന് നമ്മൾ കണ്ട അതേ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം ഈ ഉത്തരവാദിത്തക്കുറവുള്ള അല്ലെങ്കിൽ പരിശീലനം കൃത്യമായി ലഭിച്ചിട്ടില്ലാത്ത, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ നേരത്തെ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഈ ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുവന്നിടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ വരുന്നത് ആകെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പറയുന്ന അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സമരക്കാരെ നേരിട്ട് പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആദ്യം തോന്നുക കൈ ഉയർത്തി തല്ലാനാണ്. അത്തരം തല്ലുകൾ നമ്മൾ ഒരുപാട് ശബരിമലയിൽ കണ്ടിട്ടുണ്ട്. ഭക്തർക്ക് നേരെ അത്തരം കയ്യേറ്റങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അന്ന് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അന്നത്തെ ദിവസവും സംഭവിച്ചതാണ്. പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥർ, ഭക്തർക്ക് ശബരിമലയിലെ പ്രാധാന്യമറിയാത്ത ഉദ്യോഗസ്ഥർ, ശബരിമലയിലെ തിരക്കും നേരത്തെ പറഞ്ഞ പോലെ സമരങ്ങളിലെ തിരക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഉദ്യോഗസ്ഥർ, ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ശബരിമല തീർത്ഥാടന കാലയളവിൽ അന്ന് വലിയ ബുദ്ധിമുട്ട് ഭക്തർക്കുണ്ടാക്കി. മണിക്കൂറുകളോളം അവരെ ഈ ക്യൂ കോംപ്ലക്സുകളിൽ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാക്കി. അവിടെ കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതെ കുട്ടികളടക്കമുള്ള ശബരിമല അയ്യപ്പ ഭക്തർ വലയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് ഓരോയിടത്തും മണിക്കൂറുകളോളം രാത്രിയിൽ പോലും ആളുകൾ ഇങ്ങനെ നിന്ന് കരയുന്നതും നിലവിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഒരു വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം തങ്ങൾക്കില്ല, കുടിവെള്ളം എത്തിക്കാൻ ആരുമില്ല, ഇവിടെ നിന്ന് വിടുന്നില്ല എന്നൊക്കെയുള്ള അവരുടെ രോദനങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ വീഴ്ചകൾ സംഭവിച്ചു. അതിന് സമാനമായിട്ടുള്ള വീഴ്ചകൾ ഇത്തവണയും സംഭവിക്കാം. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിക്കുന്നില്ല എങ്കിൽ. അതിനൊപ്പമാണ് അങ്കിത് അശോകനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ പമ്പയുടെ നിർണായകമായ പമ്പയുടെ ചുമതല നൽകി എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നത്. അങ്കിത് അശോകനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതിൽ വ്യാപകമായ വിമർശനം ഹൈന്ദവ സംഘടനകളടക്കം ഉയർത്തിയിരുന്നു. അപ്പോഴാണ് അതേ ഉദ്യോഗസ്ഥനെ ശബരിമലയിൽ ഇത്ര വലിയ വിഷയങ്ങൾ ഏതായാലും ഇതൊക്കെ ബോധപൂർവമല്ലാതെ മറ്റെന്താണ്? ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ തീർത്ഥാടന കാലം തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ പമ്പ പോലെ സുപ്രധാനമായ ഒരിടത്ത് ചുമതല ഏൽപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഒരു സംശയവും വേണ്ട. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.